വേലിക്കാട് ചാനലിൻ്റെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് സ്വാഗതം. തങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ കടന്നു കയറിയപ്പോൾ കാടിറങ്ങി വന്ന കാട്ടുമൃഗങ്ങളുടെ പേടിപ്പെടുത്തുന്ന കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് കൊമ്പും കുലുക്കി മസ്തകവും ഇളക്കി വരുന്ന കാട്ടാനകൾ. ഇവരെ മെരുക്കി നാട്ടാനകളാക്കി പരിശീലിപ്പിച്ച് ഉത്സവാഘോഷവേളകളിൽ ഏറ്റവും ആകർഷകമാക്കി എഴുന്നള്ളിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും മനുഷ്യർ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇങ്ങനെ ഇവരെ മെരുക്കി പരിശീലിപ്പിച്ച് പാർപ്പിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരിടം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏകദേശം 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആനക്കൊട്ടക എന്ന പേരിൽ അറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നിലവിൽ വന്ന ഒരു ചെറു നാട്ടുരാജ്യമാണ് തലപ്പള്ളി രാജവംശം. വടക്കാഞ്ചേരി, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്ന തലപ്പള്ളി രാജവംശത്തിന്റെ സ്ഥാപകൻ കക്കാട് ഭട്ടതിരിയായിരുന്നു. അയനിക്കൂർ, പുന്നത്തൂർ, മണക്കുളം, കക്കാട്, കുമാരപുരം, ചിറ്റഞ്ഞൂർ എന്നിങ്ങനെ 6 താവഴികളുള്ള ചെറു നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ട രാജവംശമായിരുന്നു തലപ്പള്ളി രാജവംശം. ഇതിൽ പുന്നത്തൂർ കോവിലകം സ്വതന്ത്രാധികാരം കൈയാളിയിരുന്നു. ഗുരുവായൂരിനടുത്ത് പൂക്കോട് എന്ന സ്ഥലത്താണ് തമ്പുരാൻപടി പുന്നത്തൂർ കോട്ട. ഈ സ്ഥലത്തിന് കോട്ടപ്പടി എന്ന പേരും നിലവിലുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടോടെ കക്കാട് ശാഖ അന്യം നിന്നതിനെ തുടർന്ന് സ്വത്ത് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കാലാന്തരങ്ങളോളം വ്യാപിച്ചിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പുന്നത്തൂർ കൊട്ടാരത്തിന്റെ അവകാശിയായിരുന്ന അന്നത്തെ രാജാവ് 1966 മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും അനുജനും തമ്മിൽ അധികാര തർക്കം ഉടലെടുത്തു. ഈ അവസരത്തിലാണ് രാജാവിന്റെ വിൽപത്രപ്രകാരം ഈ കോട്ടയും 10 ഏക്കർ സ്ഥലവും കേരള ഗവൺമെന്റ് ഏറ്റെടുത്തത്. പിന്നീട് 1974 ഗുരുവായൂർ ക്ഷേത്രത്തിന് ആനയെ പാർപ്പിക്കാൻ ഒരിടം വേണമെന്നുള്ള ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരം കൊട്ടാരവും അമ്പലവും ഉൾപ്പെടുന്ന സ്ഥലം 1,60,000 രൂപയ്ക്ക് ദേവസ്വം ബോർഡിന് സർക്കാർ കൈമാറി. തുടർന്ന് പ്രദേശവാസികളുടെ കയ്യിൽ നിന്ന് 5 ഏക്കർ സ്ഥലവും കൂടി ദേവസ്വം ബോർഡ് വാങ്ങി. നിലവിൽ 15 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആനക്കൊട്ടകയിൽ നിരവധി ആനകളുണ്ട്. ആനക്കൊട്ടകയിലേക്ക് പ്രധാന കവാടം വഴി കയറുമ്പോൾ നേരെ കാണുന്ന കെട്ടിടമാണ് പുന്നത്തൂർ കോട്ട. ആ കോട്ടയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശിവസങ്കല്പത്തിലുള്ള വേട്ടക്കാരൻ ക്ഷേത്രം. വലതുഭാഗത്ത് വിഷ്ണു ക്ഷേത്രവും ഇടതുഭാഗത്ത് ദേവീ ക്ഷേത്രവും ഉൾപ്പെടെ 3 ക്ഷേത്രം ഈ ഭൂമിയിലുണ്ട്. നിലവിൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കൊട്ടാരവും വിഷ്ണു ക്ഷേത്രവും കൊച്ചിയിലുള്ള സ്പെയർ പാർട്സ് ബിസിനസ്മാനും മെഡിമിക്സ് കമ്പനിയും തീർത്തും സൗജന്യമായി പുതുക്കി പണിയുന്നതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വടക്കൻ വീരഗാഥ ഉൾപ്പെടെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ഈ സ്ഥലത്ത് ആനകളെ സംരക്ഷിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും അതിന്റെ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് തികഞ്ഞ സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും പരിശീലകരുമുണ്ട്.
2025 ജൂലൈ 1 50 വർഷം പൂർത്തിയാക്കിയ ഈ ആനക്കൊട്ടക എന്ന മനോഹരമായ സ്ഥലം വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്നു. അടുത്ത പ്രാവശ്യം തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നു. അത് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.